വണ്ടവിന്ദയില് ആറാട്ടെണ്ണം അറിയോ? ഇത് കണ്ടിട്ടുണ്ട്. ഈ കണ്ടത് വെച്ച് നിങ്ങൾക്ക് എന്താണ് അഭിപ്രായം ആളുടെ റിവ്യൂവിനെ പറ്റി? അന്ന് ആറാട്ട് ഇറങ്ങിയപ്പോൾ ആറാടുകയാണെന്ന് പറഞ്ഞു വന്ന ഒരു ഇതായിരുന്നു. ഇവരുടെ റിവ്യൂ കണ്ടിട്ട് നിങ്ങൾക്ക് എന്താണ് തോന്നാറ്? അഭിപ്രായം എന്താണ്? എന്നാലും പറഞ്ഞോ. അല്ല, റീൽസിലായാലും വരുമല്ലോ, കാണുമ്പോൾ എന്താണ് തോന്നാറ് അവരുടെ റിവ്യൂ? നല്ലതാണോ വെറുപ്പിക്കലായിട്ടാണോ? വെറുപ്പിക്കലായിട്ടാണോ തോന്നിയിട്ടുള്ളത്? ഇവിടെ കണ്ടത് വെച്ച് നോക്കുമ്പോൾ ഓവറായിട്ടാണ് തോന്നുന്നത്. ആറാട്ടണ്ണന്റെ ആണോ പ്രസംഗണ്ണന്റെ ആണോ റിവ്യൂ ഏറ്റവും നല്ലത് നിങ്ങൾക്ക് തോന്നിയിട്ടുള്ളത്? എനിക്ക് ആരുടെ റിവ്യൂ, എനിക്ക് ഇഷ്ടപ്പെട്ട പടമാണെന്നുണ്ടെങ്കിൽ ഞാൻ പോയി കാണും. അതിനകത്ത് ഇപ്പം ഞാൻ റിവ്യൂ നോക്കിയിട്ടല്ല പോവുക. അതല്ല, എന്നാലും ഇവർ രണ്ടുപേരും റിവ്യൂ കണ്ടിട്ടുണ്ടോ? റിവ്യൂ ഞാൻ കണ്ടിട്ടുണ്ട്. ആറാട്ടണ്ണനെ ഇവിടെ വരാൻ എപ്പോഴും ഉണ്ട്. പക്ഷെ ഞാൻ റിവ്യൂ അങ്ങനെ കാണുന്ന ഒരാളല്ല. അല്ല, ഇവരെ കണ്ടിട്ടുള്ളത് വെച്ച് നോക്കുമ്പോ എന്താണ് തോന്നിയിട്ടുള്ളത്? ഇവരുടെ റിവ്യൂ ജെന്യൂൻ ആയിട്ടാണോ, അവരുടെ ആ ഒരു ഇത് കോമാളിത്തരായിട്ടാണോ, എന്താണ് നിങ്ങൾക്ക് തോന്നുന്നത്? പ്രസംഗടന മനസ്സിലായോ? ജെന്യൂൻ ആയിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. ആരുടെയും റിവ്യൂ തോന്നിയിട്ടില്ല. അങ്ങനെ ഞാൻ റിവ്യൂ ഒരുപാട് കണ്ടിട്ടുണ്ട്. ആരുടെയും ജെന്യൂൻ ആയിട്ട് എനിക്ക് ഇപ്പം ഞാനൊരു കലാസൃഷ്ടി ആസ്വദിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ എൻ്റെ ഒരു മൈൻഡ് ആയിരിക്കില്ല ചിലപ്പോൾ നിങ്ങളുടെ. ഞാനത് വേറൊരു പോയിന്റ് ഓഫ് വ്യൂ കൂടെ ആയിരിക്കും കാണാൻ ശ്രമിക്കുന്നത്. റിവ്യൂ പറയുന്ന ഒരാൾ അയാളുടെ സ്വന്തം മൈൻഡിൽ തോന്നുന്നത്. അത് ചിലപ്പോൾ 10 പേരുണ്ടായിരിക്കും അംഗീകരിക്കുന്നത്. ബാക്കിയുള്ള ജനങ്ങൾ ചിലപ്പോൾ വേറൊരു മൈൻഡ് ആയിരിക്കും അവരത് അംഗീകരിക്കും. ഇവരെ പറ്റി എന്താണ് അഭിപ്രായം ഈ രണ്ടുപേരെ? പ്രത്യേകിച്ചൊന്നുമില്ല. അവരവരുടെ വർക്ക് ചെയ്യുന്നു. അവർക്ക് എങ്ങനെയും ബിസിനസ് ചെയ്യണം, കുറച്ച് പേര് അറിയണം. അതിനുവേണ്ടി ആയിരിക്കും ചിലപ്പം. അത് അവരുടെ രീതിയിൽ അവർ പൊക്കോട്ടെ. നമുക്ക് ഫിസിക്കലി നമുക്കൊന്നും ചെയ്യുന്നൊന്നുമില്ല. നമുക്ക് താല്പര്യം ഉണ്ടെങ്കിൽ അവരുടെ റിവ്യൂ ആസ്വദിക്കുക, കാണുക. പിന്നെ ഞാൻ ആസ്വദിക്കുന്നതെന്ന് വെച്ചാൽ ഇതിനെ പിന്നീട് അവരെടുത്ത് ട്രോളാക്കി ഇടാറുണ്ട്. അത് ഞാൻ ആസ്വദിക്കാറുണ്ട്. ട്രോളായിട്ട് കോമഡി ആയിട്ട് വരുമ്പോഴത്തേനും ഞാൻ ആസ്വദിക്കാറുണ്ട്. ആറാട്ടണ്ണന്റെ പല കാര്യങ്ങളും ഇപ്പം ഡയറക്റ്റ് പുള്ളിക്ക് അങ്ങനെ മടിയുള്ള കൂട്ടത്തിൽ ഡയറക്റ്റായിട്ട് അവരുടെ കാര്യങ്ങളെല്ലാം പറയാം. പിന്നീട് ട്രോളായിട്ട് വരുമ്പോൾ നമ്മൾ അത് ആസ്വദിക്കാറുണ്ട്. പിന്നെ എനിക്ക് അങ്ങനെ പ്രസംഗണ്ണനെ മനസ്സിലായി. ഞാൻ അങ്ങനെ റിവ്യൂസ് അങ്ങനെ അധികം എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു ഇതാണെന്നുണ്ടെങ്കിൽ ആറാട്ടണ്ണൻ പ്രസംഗണ്ണനെ കേട്ടിട്ടുണ്ടോ? ഇവരുടെ റിവ്യൂ കാണാറുണ്ടോ? ഇവരുടെ റിവ്യൂ എപ്പോഴും കണ്ടിട്ടുണ്ടോ? ട്രോൾ വീഡിയോസിലൊക്കെ കണ്ടിട്ടുണ്ട്. ഇവരുടെ റിവ്യൂ കാണുമ്പോ എന്താണ് തോന്നാറ്? ഒരു പണിയില്ലാത്തവരെന്തെങ്കിലും പണിയെടുക്കുന്ന പോലെ തോന്നാറ്. ആറാട്ടണ്ണൻ മനസ്സിലായി. പുള്ളിയുടെ റിവ്യൂ എന്താ? ശരിക്കും ഒരു ജെന്യൂൻ റിവ്യൂ ആയിട്ട് തോന്നാറുണ്ടോ? എനിക്ക് അങ്ങനെ ഒന്നും തോന്നാറൊന്നുമില്ല. ഒരു പണിയില്ലാത്തവൻ പണിയെടുക്കുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്യുന്നത്. എന്തെങ്കിലും ചെയ്യണം നാട്ടുകാരെ കാണിക്കാൻ വേണ്ടി, അത്രേ ഉള്ളൂ. പ്രസംഗണ്ണൻ മനസ്സിലായോ? അലിൻ ജോസ് പെരേര ഡാൻസ് ഒക്കെ കാണിച്ചിട്ട് ഇങ്ങനെ റിവ്യൂ പറയുന്നത്? ഓ ഇല്ല, അറിയില്ല. താങ്ക് യു. ആറാട്ടണ്ണൻ പ്രസംഗണ്ണൻ ഇവർ രണ്ടുപേരില്ലേ, ഇവരിൽ ആരുടെ റിവ്യൂ ആണ് നിങ്ങൾ കൂടുതൽ കണ്ടിട്ടുള്ളത്? ഇവർ രണ്ടുപേരും കണ്ടിട്ടുണ്ടോ? ആറാട്ടണ്ണൻ പ്രസംഗണ്ണൻ. ആറാട്ടണ്ണൻ അറിയില്ല. പ്രസംഗണ്ണൻ വരെ ഡാൻസ് കളിച്ചിട്ട് റിവ്യൂ പറയുന്നത് എന്താണ് അഭിപ്രായം? ആരുടെ റിവ്യൂ, ആളുടെ റിവ്യൂനെ പറ്റി? എൻഗേജിങ് ആണോ? കാണാറുണ്ടോ? റീൽസ് കാണാറുണ്ടോ? തമാശയായിട്ടാണ് നിങ്ങൾ നോക്കുകയാണ് അതോ സീരിയസ് ആണ്? ചിലതൊക്കെ അടിപൊളിയാണെങ്കിൽ കാണും, ചില തമാശ. ആറാട്ടണ്ണനാണോ അതോ അലിൻ ജോസ് പെരേര? ഇവരെ ഏത് റിവ്യൂ ആണ് ബ്രോ ഏറ്റവും കൂടുതൽ കാണാറ്? രണ്ടുപേരും പറയുന്ന റിവ്യൂ ആണോ? എന്താണ് അവരുടെ റിവ്യൂനെ പറ്റി അഭിപ്രായം? റിവ്യൂ അല്ല, പിന്നെ അവരുടെ ആ ഒരു സിനിമയെ പറ്റിയുള്ള ഒരു കാര്യങ്ങൾ. അവർ രണ്ടുപേരും പറയുന്ന റിവ്യൂ അല്ല. അവര് തിയേറ്ററിൽ നിന്ന് വരുന്നു, പുറത്തേക്ക് ഇറങ്ങുന്നു, എന്തോ കാണിക്കുന്നു, പോകുന്നു. ഇത് നമ്മളെ പോലുള്ള കുറച്ച് പാപ്പരാസികൾ വിറ്റ് കാശാക്കുന്നു. അല്ല, എനിക്ക് അതിനകത്ത് കൂടുതലൊന്നും അഭിപ്രായം ഒന്നുമില്ല. പിന്നെ വ്യക്തിപരമായിട്ടാണെന്നുണ്ടെങ്കിൽ അലിൻ ജോസ് പെരേര എന്ന് പറയുന്ന ഇവൻ ഒരു പക്ക റാസിസ്റ്റ് മൈൻഡ് സെറ്റുള്ള ഒരുത്തനാണ്. അത് മാത്രമൊന്നുമല്ല, കഴിഞ്ഞ ദിവസം ഞാനാണ് അവൻ ഇന്റർവ്യൂ എടുത്തത് മറ്റേ എൻ്റെ ചാനലിൽ. അതിനകത്ത് അവൻ പറയുന്നുണ്ട് എനിക്ക് പാവപ്പെട്ടവരെ വലിയ താല്പര്യമൊന്നുമില്ല, പാവപ്പെട്ടവരെ ഞാൻ ബഹുമാനിക്കില്ല എന്നുള്ളതൊക്കെ. പണക്കാരെ മാത്രമേ അവൻ ബഹുമാനിക്കുള്ളൂ. അങ്ങനെ ഒരു പൊട്ടൻ, അത്ര തന്നെ. ആറാട്ടണ്ണനെയും കൊണ്ടായിട്ടുണ്ട്. അങ്ങേര് ഒരു പാവം എന്നുള്ളത് മാത്രമേ ഉള്ളൂ, ഒരു വച്ചാപ്പരാക്ക് എന്നുള്ള സംഭവം മാത്രമേ ഉള്ളൂ. അതിലുപരി ഒന്നുമില്ല. അങ്ങനെ ഒരു പാവമാണ്. ഏത് ആറാട്ടാണ് ഒരു പച്ചപ്പരാക്ക. അത്രേ ഉള്ളൂ. ഇവരുടെ റിവ്യൂ ഇവർ രണ്ടുപേരും പറയുന്ന റിവ്യൂ അല്ല. ഇവരെന്തുകൊണ്ടായിരിക്കും ഇങ്ങനെ? ഇവരെന്തിനാണ് ഇപ്പൊ ബ്രോയ്ക്ക് നേരിട്ട് പരിചയമുള്ള ഇവരെന്തിനായിരിക്കും സിനിമയുടെ ആ ഒരു വന്നവര് വന്നിട്ട് ഇങ്ങനെ ഓരോ പ്രശ്നങ്ങൾ കാണിക്കുന്നത് എന്തുകൊണ്ടായിരിക്കും പരിചയമുള്ളത്? അല്ല, അതായത് ഇവർ രണ്ടുപേരും സിനിമയുടെ ഒരു പാരലലിൽ ജീവിക്കുന്ന ആളുകളാണ്. ഇവർ രണ്ടുപേരും ഇവരുടെ അടുത്ത് നമ്മൾ സംസാരിക്കുന്ന സമയത്ത് ഇവർ രണ്ടുപേരും റിയൽ ലൈഫിൽ നടക്കുന്ന കാര്യങ്ങളെ സിനിമയായിട്ട് എവിടെ കണക്ട് ചെയ്യാൻ പറ്റും അവിടെ കണക്ട് ചെയ്യാൻ പറ്റുന്ന നോക്കുന്ന ആൾക്കാരാണ്.
അതായത് ഇപ്പോൾ ഇവിടെ ചുമ്മാ ഒരാൾ നടന്നു പോവുകയാണെന്നുണ്ടെങ്കിൽ അത് പണ്ടത്തെ മതിലുകളിൽ സിനിമകളിൽ അവിടെ മറ്റേ ജയിലിൻ്റെ മറ്റേ വരാന്തയിലൂടെ നടന്നു പോയ വ്യക്തി ഇങ്ങനെ പറഞ്ഞു, അയാൾ അതുകൊണ്ട് ഇങ്ങനെ പറയും എന്നൊക്കെ പറഞ്ഞു കളയും. മനസ്സിലായില്ലേ? നമ്മൾ സൂര്യപ്രകാശത്തെ കുറിച്ച് ചോദിക്കുമ്പോൾ മറ്റേ ഏതായിരുന്നു പ്രിയദർശൻ്റെ ഒരു പടം ഉണ്ടായിരുന്നല്ലോ, ഏതാ മറ്റേ കാള പോകുന്ന ഫ്രെയിമോ കാണിച്ച പടം, തേന്മാവിൻ കൊമ്പത്തിൽ ആ സൂര്യപ്രകാശമാണ് എനിക്ക് ഇഷ്ടപ്പെട്ടത്, ഈ സൂര്യപ്രകാശം എനിക്ക് ഇഷ്ടമില്ല എന്നൊക്കെ പറഞ്ഞളയും. അങ്ങനത്തെ ആൾക്കാരൊക്കെയാണ് ഇവര്. അപ്പൊ രണ്ടുപേരും കോമാളികൾ എന്നുള്ളതിനേക്കാൾ അവർക്ക് ആ ഒരു തോന്നലുണ്ടാവും ഇവര് അല്ല, ഈ പറഞ്ഞ അലിൻ ജോസിന് ആക്ച്വലി ആ ഒരു ബോധമുണ്ട്, ചെയ്യണത് വൈറലാവാൻ വേണ്ടിട്ട് മനഃപൂർവ്വം ചെയ്യുന്ന ബോധവനുണ്ട്. ഇപ്പൊ റീസെന്റ് അച്ഛനൊക്കെ വെച്ചിട്ട് ഓരോ അവൻ മനഃപൂർവ്വം ചെയ്യുന്ന അലിൻ ജോസിന് ആ ബോധമുണ്ട്. ആറാട്ടെണ്ണം പിന്നെ ഇങ്ങനെ ഓരോന്ന് പറയുന്ന വൈറലായി പോകുന്നു എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഇപ്പൊ അവരെ തമ്മിൽ തന്നെ ഒരുപാട് വഴക്കുകളും കാര്യങ്ങളൊക്കെ തന്നെയുണ്ട്. അത് പിറ്റേ ദിവസം അവര് തോളികായിട്ട് നടക്കുന്നത് കാണാറുണ്ട്, അത്രേ ഉള്ളൂ. രണ്ടുപേരും ടു ബി ഫ്രാങ്ക് രണ്ടുപേരും ഒരു സിനിമയുടെ പാരലലിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന ആൾക്കാരാണ്. പക്ഷെ മറ്റവൻ അലിൻ ജോസിന്റെ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവനിക്ക് എല്ലാത്തിനും വൈറ്റ് കോളർ ജോബ് മാത്രമാണ് നല്ലത്, പാവങ്ങളെ ബഹുമാനിക്കില്ല, കറുത്തവരെ ഇഷ്ടമല്ല, പിന്നെ കല്യാണം കഴിക്കുന്ന പോട്ടെ അത് വിടാന്ന് വിചാരിക്കാം. എന്നപ്പോൾ ഇങ്ങനെ കുറെ ഒരുപാട് സെൽഫ് കോംപ്ലക്സ് ഉണ്ടല്ലോ. ഉണ്ട്, ആറാട്ടെണ്ണം ഉണ്ട് ഈ പറഞ്ഞ അല്ലറ ചില്ലറ പ്രശ്നങ്ങൾ. എന്നാൽ പോലും അലിൻ ജോസിന്റെ അത്ര ഭീകരമായിട്ടില്ല. അപ്പൊ ഇങ്ങനത്തെ ആളുകളെ സമൂഹം പ്രോത്സാഹിപ്പിക്കാതിരിക്കുക എന്ന് പറയുന്നത് ചെയ്യേണ്ട ഒരു മര്യാദയാണ്. മീഡിയക്കാരധികം അവരെ എടുക്കാറില്ലെന്ന് തോന്നുന്നു. അല്ലാണ്ട് പിന്നെ ഈ കാണുന്ന വീഡിയോസ് ഒക്കെ പിന്നെ അതുകൊണ്ട് സെൽഫായിട്ട് വീഡിയോ ചെയ്ത് തുടങ്ങി. അതൊന്നല്ല വൈറലാകുന്നത് മൊത്തം ഈ പറയണ മീഡിയാസ് എടുക്കുന്നത് തന്നെയാണ്. ആരാണ് എടുക്കാത്ത ആൾക്കാരെ ഒന്നൊന്ന് കാണിക്കട്ടെ, ആരെ കാണിക്കുക? എടുക്കാത്ത ആരെങ്കിലും എടുക്കാറില്ല, വല്ലപ്പോഴും ആഴ്ചയിൽ 10 ദിവസമല്ലേ അതന്നെ പറഞ്ഞത്. ഞാൻ എടുക്കാറില്ല, അതുകൊണ്ട് എനിക്കറിയാം. അത്ര തന്നെ, വേറെ എന്തെങ്കിലും